ഹലോ, ഹായ്, നമസ്കാരം. 5 സെക്കൻഡ്സ് വ്യൂയിലേക്ക് സ്വാഗതം. സാധന, ദ സനാതനി ഇൻസൈഡ്. ഇതിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ടോപ്പിക് അച്ഛൻ എന്ന നന്മമരത്തെക്കുറിച്ചാണ്. സാധനയിലൂടെ ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് ഒരമ്മയുടെയും കൗമാരപ്രായമായ 2 മക്കളുടെയും സംഭാഷണത്തിലൂടെയാണ്. കൗമാരപ്രായമായ ഈ 2 മക്കൾ അമ്മയോട് സങ്കടത്തോടെ പറയുകയാണ്, കുറച്ച് അമർഷത്തോടും കൂടി. അമ്മേ, ഇന്നലെ കണ്ടില്ലേ അച്ഛൻ കാണിച്ചത്? സിനിമയ്ക്ക് പോകാൻ നമ്മളെല്ലാവരും കൂടി പോയിട്ട് അച്ഛന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. നിർബന്ധത്തോടുകൂടി ഞങ്ങൾ വിളിച്ചുകൊണ്ട് മാത്രമാണ് അച്ഛൻ വന്നത്. അരമണിക്കൂർ പോലും അച്ഛൻ ആ സിനിമ തിയേറ്ററിൽ ഇരിക്കുന്നില്ല. കുറച്ചു നേരം ഇരിക്കുന്നു, പുറത്തേക്ക് പോകുന്നു. അലോസരപ്പെട്ട പോലത്തെ ഒരു ഭാവത്തോടെയാണ് അച്ഛൻ നടക്കുന്നത്. ഞങ്ങൾക്കും ആ സിനിമ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. 2, അത് കഴിഞ്ഞ് പുറത്തിറങ്ങി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞതെന്തെന്നാ? "വേണ്ട, എനിക്ക് വേണ്ട. നിങ്ങൾക്ക് വേണേ കഴിച്ചോ. ഞാൻ വീട്ടിൽ വന്നിട്ട് അമ്മ ഉണ്ടാക്കി തന്നോളും" എന്ന രീതിയിലാണ് അച്ഛൻ സംസാരിക്കുന്നത്. അച്ഛൻ എന്നിട്ട് ആ ഹോട്ടലിലിരുന്ന് ഒന്നും കഴിക്കാണ്ടിരുന്നു. ഞങ്ങൾക്ക് ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല ഇന്നലെ ഭക്ഷണം കഴിക്കാൻ നേരത്ത്. അച്ഛൻ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? കുറച്ച് നാളുകളായിട്ട് ഞങ്ങളിത് കാണുകയാണ്. എന്താണ് അങ്ങനെ അച്ഛൻ ഇങ്ങനെ പെരുമാറുന്നത്? ഇത് കേട്ട് ഒരല്പം കണ്ണുനീരിന്റെ നനവോടുകൂടി ആ അമ്മ തിരിച്ച് മറുപടി പറയുകയാണ്. "മക്കളെ, നിങ്ങൾ അച്ഛനെ തെറ്റിദ്ധരിക്കരുത്. ഇതിന്റെ സത്യമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. 20 കൊല്ലത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞു സമയം തെറ്റിയുള്ള ഭക്ഷണം കഴിക്കലും കൊണ്ട് ആ മനുഷ്യന് ഒരുപാട് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ട്. ചെറിയ രീതിയിൽ പൈൽസിന്റെ തുടക്കവുമാണ്. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മയുണ്ട്. ഇവിടെ വന്നതിന് ശേഷവും ഒരു 2 വീലറിൽ പമ്പരം പോലെ കറങ്ങിയാണ് മനുഷ്യൻ പണിയെടുക്കുന്നത്. നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് പോകുന്ന സമയത്ത് ഇതൊന്നും നിങ്ങളെ അറിയിക്കുന്നില്ല. സ്വന്തം ബലഹീനതയും രോഗവും മക്കൾ അറിഞ്ഞു കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ സ്വന്തം ഫാമിലിയുടെ ശക്തി നഷ്ടപ്പെട്ടു പോകും. സ്വന്തം മക്കൾക്ക് എന്ത് വിചാരം ഉണ്ടാകും? അവർക്ക് എന്തെങ്കിലും ആത്മവിശ്വാസക്കുറവുണ്ടാകുമോ എന്ന പേടി കൊണ്ടിട്ടാണ് അച്ഛൻ ഇതൊന്നും പറയാതിരിക്കുന്നത്. ഒരു തവണ വൈകി അച്ഛന് ചില കൂട്ടാനുകൾ മാത്രമേ കഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു തവണ മാറി ഞാൻ ഉണ്ടാക്കിയപ്പോൾ ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞതെന്താണെന്നറിയോ? "എടീ, എനിക്ക് ഭക്ഷണം കഴിക്കുന്നതിലല്ല പ്രശ്നം. ഇതൊന്ന് പുറത്തേക്ക് പോകുന്നതിലാണ് പ്രശ്നം. ഞാൻ ആ ബാത്റൂമിലിരുന്ന് കാണിക്കുന്ന മഹാഭാരത യുദ്ധം ആരും അറിയാതെ പോട്ടെ. അത്രയ്ക്ക് പ്രശ്നമാണ് എനിക്ക്. നീ ഒന്ന് മനസ്സിലാക്ക്." അന്ന് തുടങ്ങിയാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഈ വളർന്നു വരുന്ന അച്ഛൻ്റെ വയറ്, അത് ഗ്യാസല്ല. അത് അടക്കി വെച്ചിരിക്കുന്ന സ്നേഹമാണ്. ഞാൻ എപ്പോഴും അദ്ദേഹത്തോട് പറയാറുള്ളതും, നിങ്ങൾ ഈ സ്നേഹം ഒന്ന് അഴിച്ചുവിട്. ഈ വയറ് കുറയും. അതിൽ അച്ഛനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. ഇടയ്ക്കെങ്കിലും അച്ഛൻ എന്ത് വേണേലും പറഞ്ഞോട്ടെ. അച്ഛൻ്റെ ഓരോ കവിളിലും പോയി വല്ലപ്പോഴെങ്കിലും ഒരു ഉമ്മ കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ വയറിനുള്ളിൽ മുഴുവനായിട്ടിരിക്കുന്ന സ്നേഹം പയ്യെ ഒലിച്ച് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അച്ഛൻ്റെ വയറും കുറയും. അച്ഛൻ്റെ ഒരു പരിധി വരെയുള്ള ഇഷ്യൂസും കുറയും. നമുക്ക് പയ്യെ അച്ഛനെ ഒരു നല്ല ഡോക്ടറെയും കാണിച്ച് അച്ഛൻ്റെ ഒരു ജീവിതചര്യയും നമുക്ക് മാറ്റിയെടുക്കാം. വലിയ പ്രായമായ ആളല്ലേ, ഒറ്റയ്ക്ക് ഇന്നത് ചെയ്യില്ല. നമുക്ക് ഒരു ഫാമിലി കൂട്ടായി പ്രയത്നിക്കാം അതിന് വേണ്ടിയിട്ട്. യെസ്. ഇത് തന്നെയാണ് സാധനയിലൂടെ ഞങ്ങൾക്കും പറയാനുള്ളത്. ഒരുമിച്ച് അറ്റ്‌ലീസ്റ്റ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, ഒരു നേരമെങ്കിലും നിങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അച്ഛനെ ഓട് സംസാരിക്കാൻ കൗമാരപ്രായത്തിലുള്ള മക്കൾ മടി കാണിക്കരുത്. അദ്ദേഹത്തിനോടും അമ്മയോട് കാണിക്കുന്ന അതേ സ്നേഹം അച്ഛനോടും കാണിക്കുക, പ്രകടിപ്പിക്കുക. അദ്ദേഹം ഒരുപക്ഷേ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത ആളായിരിക്കാം. പക്ഷേ നിങ്ങൾ അങ്ങോട്ട് പ്രകടിപ്പിച്ചാൽ അദ്ദേഹം തിരിച്ചും അത് കാണിക്കും. കാരണം family. Family comes first and always. Thank you so much. This is 5 seconds view on Achan and the Nanmavaram.